بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله ഇന്നത്തെ ക്ലാസ്സിൽ മൻഖൂസ് മൗലിദിലെ ഏതാനും ചില ആമുഖ ഐറ്റിക്കൽ വിശദീകരിച്ചത് ഇനി ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ഹദീസിക്ക് നിങ്ങൾ കടക്കാം. മൗലിദ് ചൊന്നിട്ടെങ്കിൽ ആ പദത്തെ ഉദ്ദേശം എന്തിരണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ വിശദീകരിച്ച, അതായത് മൗലിദ് ചൊന്നിട്ടെങ്കിൽ അതിൻ്റെ ഭാഷാർത്ഥ ജാഗ, അതായത് ജനിച്ച ജാഗ അല്ലെങ്കിൽ ജനിച്ച നാള് എന്നർത്ഥ ഉള്ളെങ്കും ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുരെ അനുഗ്രഹവും സാമീപ്യവും കിട്ടിയെങ്കത്തെ മഹാന്മാരുടെ ജീവൻ ചരിത്രയും സവിശേഷവും ബൈത്ത് രൂപത്തില അല്ലെങ്കിൽ ഓത്തു രൂപത്തില അതല്ലെങ്കിൽ ബൈത്തും ഓത്തും രൂപത്തിൽ ഓരോരുത്തരായിട്ടും ഒട്ടികയായിട്ടും ഓതുറതുക്ക് മൗലിദ് ചൊല്ലെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഉദ്കുറു മഹാസിന മൗതാക്കും, മരണപ്പെട്ടു പോയങ്ങളെ നല്ലത് നിങ്ങ എടുത്തു ചൊല്ലോറുണ്ട്. അതേപോലെ മേ ദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ സംബന്ധിച്ചിട്ട് അങ്ങനെ നല്ല നല്ല കാര്യ എടുത്തു ചൊല്ലത് അത് കഫാറ, അത് ഞങ്ങൾ ആക്കിയെങ്കത്തെ ദോഷത്തുകളെങ്കത്തെ ഒരു കഫാറ തേറ്റിക്കിട് പ്രായശ്ചിത്തൈറ്റിക്കിട് ഞങ്ങാക്കിയെങ്കത്തെ എല്ലാ ദോഷവും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിലൂടെ പൊറുക്കപ്പെട്ടിട്ടുണ്ടായിട്ടിക്കറ് മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്റെ. അപ്പോൾ ഇവിടെ മൻഖൂസ് മൗലിദിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹൈറ്റിക്കറ് ചൊല്ലെ. ഏതായാലും ഹദീസ് കടക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയ്യിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങ ഹദീസിന്റെ തുടക്കത്തിൽ ബിസ്മി കൊണ്ടേറ്റിക്കിട്ട് തുടങ്ങിയത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുള്ളൊരു വിഷയറ്റിക്കറ് ഏതൊരു കാര്യവും ഞങ്ങൾ തുടങ്ങുമ്പോഴത്തേക്കു ബിസ്മി കൊണ്ട് തുടങ്ങണോ, കാരണം അതിൽ ബറക്കത്തിക്കറ്. ഏതൊരത്തവും ബിസ്മി വിട്ടിട്ട് തുടങ്ങിയിട്ടെങ്കിൽ ആ കാര്യത്തിൽ ബർക്കത്തില്ലാണ്ടായിട്ടിക്കറ്. മാത്രമല്ല ആ കാര്യത്തിൽ ഷെയ്ത്താനും ഒട്ടിയക്കറാണ്ടായിട്ടിക്കട്. അപ്പൊ ഏതൊരു കാര്യത്തും ഞങ്ങൾ ബിസ്മി ചൊല്ലണം. എത്ര അർജന്റീനുണ്ടായെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത്ര ചൊല്ലണകാവില്ലുണ്ടായെങ്കിൽ ബിസ്മില്ലാണ്ടായെങ്കിലും ഞങ്ങൾ ചൊല്ലണോ. അപ്പൊ അത് മറക്കണോ തീറ ഏത് വിഷയത്തിലും. അങ്ങനെ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ തിരുവചനം കൊണ്ട് തുടങ്ങട്. ദുനിയാവിൽ അല്ലാഹു തആലക്ക് വഴിപ്പെട്ടങ്ങവും വഴിപ്പെടാത്തങ്ങും എല്ലാവർക്കും കാരുണ്യ ചെയ്തെങ്കത്തെ റബ്ബുടെ പേര് കൊണ്ടുനാണ് തുടങ്ങടെ. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ. സാധാരണ കിതാബുലു ബിസ്മിൽ പിന്നെ ഹംദൈറ്റിക്കിട് തുടങ്ങടെ. പക്ഷെ ഇവിടെ തുടങ്ങിയ സുബ്ഹാന എന്ന പദം അജബുടെ അത്ഭുതത്തെ പദപ്രയോഗം കൊണ്ടേറ്റിക്കറ്. കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഖുർആനിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഇസ്രാ മിഅ്റാജിന്റെ സംഭവം ചൊല്ലവിടെ അവിടെയും അല്ലാഹു തആല ചൊന്നരെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. സുബ്ഹാന എന്ന പദപ്രയോഗമായിട്ടിക്കറ്. കാരണം എത്രമാ കിലോമീറ്റർ ദൂര എത്രമാ നാല് പിടിക്കിട് അവിടെ എത്തണു. പക്ഷേ കാലൂർ ജാവുലു ചില സെക്കൻഡ് കൊണ്ടു പോയി പണ്ടത് മഹാത്ഭുതമായിട്ടിക്കറ്. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ അത്ഭുതത്തെ പദപ്രയോഗിക്കറ സുബ്ഹാനല്ലദീ. അതേപോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന അത്ഭുതത്തിലും മഹാത്ഭുതൈറ്റിക്കറ്. അതുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങ ബിസ്മിൽ പിന്നെ ഹംദ് മനസ്സിൽ ചൊന്നിട്ടു സുബ്ഹാന ചൊല്ലെങ്കത്തെ പദ പ്രയോഗിക്കറ്. സുബ്ഹാന അല്ലാഹുരെ പരിശുദ്ധിയും കമാലിയത്തും സമ്പൂർണതയും നാൻ പുകയ്ത്തിരെ. അല്ലദി എങ്ങനത്തെ അല്ലാഹു അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ തിങ്ങളിൽ ഉദിപ്പിച്ചെങ്കത്തെ അല്ലാഹുടെ എല്ലാ പരിശുദ്ധരെയും ഞാൻ വായ്ത്തിരെ.
ഇവിടെ മുസന്നിഫ് അത്തുല ചൊല്ലിങ്കത്തെ പദപ്രയോഗ എടുത്തു വന്നത് ചൊമ്മ ശ്രദ്ധിക്കാനെങ്കിൽ തോർഭിഷയിട്ടിക്കർ ഈ അത്തുല. അതായത് ഈ തുലു ഉദയിക്കരെ ചെന്നിട്ടെങ്കിൽ, അതായത് ഉദിക്കരെ ചെന്നിട്ടെങ്കിൽ ഒരു വസ്തു മുന്നലെ ഇക്കര്, അത് പിന്നെ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കര്. സാധാരണ ഇപ്പൊ സൂര്യ ഉദിക്കര്, ചന്ദ്ര ഉദിക്കര്, അത് പുതിയതായിട്ടൊന്നും ഉദിക്കരല്ല, അത് മുന്നലെ ഉണ്ടു, അതിങ്ങനെ ദൈനംദിന ഉദിച്ചുകൊണ്ടുണ്ടു, അതൊരു തുലു ആയോണ്ടിക്കര്. അപ്പൊ ഊടെ മുസന്നിഫ് അത്തുലാൻഡൈറ്റിക്കട് ചെന്ന്, അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഉദയ മുന്നലില്ലാത്ത ഒന്നല്ല. അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ളെങ്കത്തെ സർവചരാചര വസ്തുങ്ങ പടക്കിടയ്ക്ക് മുന്നലു അള്ളാഹു സൃഷ്ടിച്ചത് നൂറ് മുഹമ്മദ് ഹഖീഖത്ത് മുഹമ്മദിയായിട്ടിക്കർ. അതല്ലേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നേ. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കരങ്കത്തെ ഇബ്നു ഷൈബ റളിയല്ലാഹു അൻഹു റിവായത്താക്കർ. അതായത് അവ്വലു മാ ഖലഖല്ലാഹു നൂറ നബിയിക യാ ജാബിർ, ഓ ജാബിറെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് സൃഷ്ടിച്ചരെ അത് നിങ്ങൾ നബിയുടെ നൂറായിട്ടിക്കർ. അല്ലാഹുറെ ഫസ്റ്റത്തെ ഖൽഖ് സൃഷ്ടിപ്പ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറായിട്ടിക്കർ. അത് ഉദിച്ചിരെ റബിയുൽ അവ്വൽ തിങ്കളിൽ ഐറ്റിക്കർ. അതുകൊണ്ടൂടെ അത്തുല ആ നൂറ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റബിയുൽ അവ്വൽ തിങ്കളിൽ ഉദിപ്പിച്ച, അതായത് മുന്നൂല് ഇല്ലാത്ത ഒരു വസ്തുവല്ല, മുന്നലേ ഉണ്ടു. ഫീ ഷഹരി റബിയുൽ അവ്വൽ, റബിയുൽ അവ്വൽ തിങ്കളിൽ ഐറ്റിക്കർ ഈ ലോകത്തുക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളെ ജനിപ്പിക്കറെ. നബി തങ്ങളെ ജനന അത് റബിയുൽ അവ്വൽ തിങ്കളൈറ്റിക്കർ. റബിയുൽ അവ്വൽ ചൊന്നിട്ടെങ്കിൽ, റബിയു ചൊന്നിട്ടെങ്കിൽ വസന്തകാല, എല്ലാവരും കൊസിപ്പെട്ടിരെങ്കത്തെ നല്ലൊരു ഹവാമാന ഉള്ളെങ്കത്തെ ഒരു കാലൈറ്റിക്കർ ഈ വസന്തകാല. റബിയുൽ അവ്വൽ ചൊന്നിട്ടെങ്കിൽ ആ വസന്തകാലത്തെ തുടക്ക അപ്പൈറ്റിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഭൂമിക്ക് പണ്ടേ. നല്ല പോരിശുള്ളെങ്കത്തെ തിങ്കളൈറ്റിക്കർ റമദാൻ തിങ്കളും, അതേപോലെ റജബ് തിങ്കളും, ശഅബാൻ തിങ്കളും, മുഹറമും, ദുൽഹിജ്ജയും, അങ്ങനെ തുടങ്ങി നല്ല നല്ല തിങ്കൾ. പക്ഷെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റബിയുൽ അവ്വൽ തിങ്കളിലൈറ്റിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിപ്പിക്കണു സെലക്ട് ആകಡೆ. അതിന് കാರಣ ഒരു സമയ നബി തങ്ങ റമദാൻ തിങ്കളിൽ ജനിക്കലുണ്ടെങ്കിൽ ആൾമാർ ചൊല്ല തുടങ്ങത്തറ്, അത് റമദാന്റെ പോരേശ് കൊണ്ടുകൊണ്ട്, അല്ലെണ്ടെങ്കിൽ ദുൽഹിജ്ജ തിങ്കളുണ്ടെങ്കിൽ അത് ഹജ്ജ് തിങ്കളിൽ ബർക്കത്ത് കൊണ്ടായിട്ടിട്ട് ചൊല്ലത്തറ്. അതേപോലെ തിങ്കളാസിക്ക് ഒരു മഹത്വം മുന്നോലില്ലാത്ത ആ തിങ്കളാസിലുണ്ടായിട്ടിക്കട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ദുനിയാവുക പണ്ടേ. അത് മഹത്വമുള്ളെങ്കത്തെ നാലിൽ വെച്ചിട്ട് പോരിശുള്ളെങ്കത്തെ ഒരു നാലായിട്ടിക്കട് വെള്ളിയാസെ. കാരണം സയ്യിദുൽ അയ്യാം നാലിലെ നേതാവായിട്ടിക്കട് വെള്ളിയാസെ അണ്ടും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ നാളും സെലക്ട് ആക്കിയിട്ടില്ല. കാരണം വെള്ളിയാസെ മാത്തു പെത്തൻ്റെയെങ്കിൽ ആൾമാരും അതും ചൊല്ലത്തറ്, അത് വെള്ളിയാസിര മഹത്വം കൊണ്ടുപോണ്ടു. പക്ഷേ ഒരു മഹത്വം ഇല്ലാത്തെങ്കത്തെ തിങ്കളാസരെ അല്ലാഹു താല സെലക്ട് ആക്കിയ എല്ലാ മഹത്വവും അതിൽ പിന്നെ അല്ലാഹു താല തിങ്കളാസക്ക് കൊടുത്ത. അതുകൊണ്ട് തിങ്കളാസരാണ് നോമ്പ് പിടിക്കൊണുകും സുന്നത്തുണ്ടു, അതൊരു മഹബത്തായിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾട്ട തിങ്കളാസര നോമ്പിനെ സംബന്ധിച്ചിട്ട് കേട്ടപ്പ നബി തങ്ങ ചൊന്തു യൗമുൻ ഉലിത്തു ഫീഹി, കാരണം ആ നാല് നിന്റെ പ്രസവിക്കപ്പെട്ടെങ്കത്തെ നാളായിട്ടിക്ക് രണ്ടത്തെ നാള്. അതുകൊണ്ട് ആ നാലുകും അതേപോലെ റബിയുൽ അവ്വൽ തിങ്ങളുകും നല്ല പോരിശമുണ്ടു, നല്ല രൂപത്തിൽ അതിനെ ബഹുമാനിക്കുന്നുണ്ടു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങനങ്ങ് പടിപ്പാട്ടിത്തണ്ട്. അങ്ങനെ റബിയുൽ അവ്വൽ തിങ്കൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉദിപ്പിക്കിറ ഖമർ നബിയിൽ ഹുദാ, സന്മാർഗത്തെ നബിയായ ആ മാദത്തെ, ആ ചന്ദ്രത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റബിയുൽ അവ്വൽ തിങ്കളിൽ ഉദിപ്പിക്കിറ. ഊടെ ഖമർ ചൊന്നെ, അതായത് ചന്ദ്രത്തെ ചൊന്നെ, സൂര്യന്റെ ചൊന്നിട്ടില്ല. പല കാരണവുമുണ്ടു. കാരണം ഈ മാത ബണ്ടത് കറുത്തിരുണ്ടെങ്കത്തെ ഒരു വെളിച്ചവും ഇല്ലാത്ത ടൈമിലേറ്റിക്കിട് മാത ബണ്ട്. സൂര്യ അങ്ങനല്ല, സൂര്യ ബണ്ടേക്ക് മുന്നിൽ ഒരു ചെറിയൊരു വെളിച്ചിക്കറ്. അതേപോലെ സൂര്യയുടെ ചൂട് സഹിക്കണുകാവില്ലേ, മാതത്തെ ആ വെളിച്ച നമുക്കൊരു ചന്ത ഇറ്റിക്കറ്. അങ്ങനെ അവിടെ കമറുണ്ട് ജന്തു.
ಹಬೀಬಾಯಿ ಮುತ್ತನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತಂಗ ಈ ಲೋಕತ್ತಿಗೆ ಬಂಡೈക്ക് മുന്നൊരു അക്രമവും അനീതിയും അന്ധകാരവും അവിശ്വാസവും ജഹാലത്തും നിറഞ്ഞു തിന്ത് ആ ടൈമിലായിട്ടിക്കട് പാൽപുഞ്ചിരിയോടുകൂടെ ഈ ലോകത്തുക്ക് സന്മാർഗായിട്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചന്ദ്രനെ പോലെ പുഞ്ചിരിച്ചിട്ട് ഈ ലോകത്തുക്ക് പണ്ട്. പിന്നെയും ഒരു ചോദ്യം കൂടെ ഇക്കൂ, എന്തുകൊണ്ട് ബദർ ചൊന്നിട്ടില്ല, എന്തുകൊണ്ട് കമർ ചൊന്നേന്റ്? കാരണം കമർ ചൊന്നിട്ടുണ്ടെങ്കിൽ ഒരു മാത ജണ്ട് മാതി ಇದಕ್ಕೆಲ್ಲ കമറിന് ചൊല്ലേ. ബദർ ചൊന്നിട്ടുണ്ടെങ്കിൽ പൗർണമി, അതായത് 14ാമത്തെ ജാവുല് കാണ്ടെങ്കെത്തെ ആ ചന്ദ്ര ಅದಕ್ಕೆ ബദറുണ്ട് ചൊല്ലേ. ഹബീബായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വ ഓരോരോ നാളും കൂടിയോണ്ടിക്കറ്. അപ്പൊ ജനിക്കുമ്പത്തുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കമർ പോലെ ആയെങ്കും വഫാത്താകുമ്പത്തുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബദറായിട്ടിക്കറ്. അപ്പൊ ഇവിടെ അത്തുല കമർ ചൊല്ലെ പദായിട്ടിക്കട് ഇവിടെ പ്രയോഗിച്ചിരെ. സുബ്ഹാനല്ലദി അത്തുല ഫീ ഷഹരി റബീഉൽ അവ്വൽ ഖമർ നബിയിൽ ഹുദാ. സന്മാർഗത്തെ നബിയായ ആ ചന്ദ്രത്തെ റബീഉൽ അവ്വൽ തിങ്കളിൽ ഉദിപ്പിച്ച് അല്ലാഹുരെ പരിശുദ്ധിരനാണ് വായിത്തരെ. അങ്ങനെ ഓരോരോ പദത്തെ വിശദീകരിക്കലുണ്ടെങ്കിൽ ഒരുപാട് അർത്ഥവത്ത് അതുകൊണ്ട് ആമുഖമായതുകൊണ്ട് മാത്രം ചെറിയൊരു വിശദീകരണം ഇൻഷാ അല്ലാഹ് ബന്റെ ക്ലാസ്സിൽ ഞങ്ങൾ ಅದರ ಬಿಲ್ಜುಮ್ಲ മനസ്സിലാക്കിക്കൊണ്ട് പോയി. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗ നെക്സ്റ്റ് ക്ലാസ്സിൽ തുടര. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.